ഹോസ്റ്റലിലെ പുതിയ റൂൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഡ്രസ്സ് മാറുവാണെങ്കിൽ ഞങ്ങൾ റൂം ലോക്ക് ചെയ്യരുതെന്നാണ്. ഞങ്ങൾ കസേര കൊണ്ട് റൂം അടച്ചിട്ട് ഡോർ അടച്ചിട്ട് ഞങ്ങളുടെ ഡ്രസ്സ് മാറിക്കോളാനാണ് പറയുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ എന്ത് പ്രൈവസി ഉണ്ട് ഞങ്ങൾക്കിപ്പോ? പിന്നെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് വീട്ടിൽ ആൾക്കാരെ വിളിക്കാൻ കിട്ടുന്നത് വെറും 2 ദിവസമാണ്. അത് 5 മിനിറ്റ് ചെയ്ത് ആ 5 മിനിറ്റ് പോലും ഞങ്ങൾക്കിപ്പോ കിട്ടുന്നില്ല. 4 ബാച്ച് സ്റ്റുഡൻസ് ആണ് ഇവിടെ ഉള്ളത്. അവർക്ക് ഒരു ഫോണാണ് കൊടുത്തേക്കുന്നത്. 5 മിനിറ്റ് വിളിച്ചോളം പറഞ്ഞിട്ട് ഞങ്ങൾ വെറും 2 മിനിറ്റ് പോലും വീട്ടിൽ വിളിക്കുന്നില്ല. ക്ലിനിക്കൽ അത്യാവശ്യം കൂടാതെ ഞങ്ങളുടെ എക്സ്ട്രാ എല്ലാ പോസ്റ്റിംഗും ഇവിടെ 1000 വീതം പിരിച്ചു മേടിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഞങ്ങളുടെ പിള്ളേരെ ഇവിടെ നെറ്റ് ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നത് വേറെ പല ആവശ്യങ്ങൾക്കാണെന്ന് പറഞ്ഞു വരുത്തി കുട്ടികളെ അധിക്ഷേപിക്കുന്നുണ്ട്. അതുപോലെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുന്ന അധ്യാപകർ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫീസ് ഞങ്ങളുടെ എക്സ്ട്രാ ഒത്തിരി ഇവിടെ ഇപ്പൊ പുതുതായിട്ട് ഈ പ്രിൻസിപ്പൾ വന്നതിന് ശേഷം മേടിക്കുന്നുണ്ട്. വീടുകൾ അടുത്തായിട്ട് പോലും ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. 3000 രൂപ മാസം കൊടുത്താൽ ഞങ്ങളിവിടെ വീട് ഞങ്ങൾ 10 മിനിറ്റ് പോയാൽ മതി വീടുകൾക്ക്. എന്നാലും ഹോസ്റ്റലിൽ 1 വർഷം നിൽക്കണമെന്നുള്ള റൂൾസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ മെസ് ഫീസ് കൊടുത്താൽ ഒരു ദിവസം വൈകിയ ഞങ്ങളുടെ ഇന്ന് 50 രൂപ ഇത് ഒരു ദിവസത്തിന് ഫൈൻ മേടിക്കുന്ന ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പറഞ്ഞു തന്നെ ആ 50 രൂപ ഫൈൻ മാറ്റിയതാണ്. പിന്നെ ഞങ്ങളിപ്പോ ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പോസ്റ്റിങ്ങിനോട് അവിടെ വേറെ കോളേജിലെ പിള്ളേർ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ഞങ്ങളുടെ ഇന്ന് 500 രൂപ മേടിച്ചിട്ടാണ് ഞങ്ങളുടെ പോസ്റ്റിന് പോകുന്നത്. ഞങ്ങളുടെ നായിസിലെ അങ്ങനെ പല കോളേജിലെ പിള്ളേരുണ്ട്. അവരെ ഇന്ന് ഒരു പൈസ മേടിക്കേണ്ട അവർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോസ്റ്റിങ്ങിന് പോകുന്നത്. ഒരാളുടെ തന്നെ 1000 രൂപ വെച്ചാൽ ഞങ്ങൾക്ക് ഓരോ പോസ്റ്റിംഗ് മേടിക്കുന്നത്. അങ്ങനെ ഒത്തിരി രൂപ വെറുതെയാണ് ഞങ്ങളുടെ മേടിക്കുന്നത്. ആദ്യമേ തന്നെ ഞങ്ങൾ ക്ലിനിക്കൽ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ 50,000 സംതിങ് രൂപ ഇവിടെ അടയ്ക്കുന്നുണ്ട്. അത് കൂടാതെ എക്സ്ട്രാ പൈസ മേടിക്കുന്നുണ്ട്. ഫോണിന്റെ കവറിൽ പേരെഴുതിയില്ല, മുടി വളർത്തുന്ന അതിന് നഖം വളർത്തുന്നതിനൊക്കെ ഇവിടെ ഫൈൻ മേടിക്കുന്നത്. അത് 200-500 ഫൈൻ. ഞങ്ങളുടെ മെസ് ഫീസ് ഞങ്ങൾ ലീവിന് പോകുമ്പോഴൊന്നും ഞങ്ങൾക്ക് അതിനുള്ള ഫീസ് ഞങ്ങളെ കട്ട് ചെയ്യുന്നില്ല. അത് മാത്രമല്ല ഇപ്പൊ പുതിയൊരു നിയമം ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൈവസി ഇല്ല. ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഇപ്പൊ ഡ്രസ്സ് മാറണമെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇപ്പൊ വാതിൽ കുട്ടിയിടാൻ പറ്റത്തില്ല. പുതിയൊരു നിയമമാണ് ഇന്നലെ മുതലുള്ള. ഫോൺ ഉപയോഗിക്കുന്നതാണ് ആരോപണം. ഞങ്ങളുടെ റൂം മാറി വേറെ ഫ്രണ്ട്സിന്റെ റൂമിൽ കിടന്നു. ഞങ്ങൾ എല്ലാവരും പെൺപിള്ളേർ തന്നെയല്ലേ. ഞങ്ങളൊന്ന് ഒരു ഫ്രണ്ട്സിനെ പോയി ആൺപിള്ളേരായിട്ടല്ല, ഞങ്ങളിവിടെ പെൺപിള്ളേർ മാത്രമേ ഉണ്ട്. ഞങ്ങളുടെ 2 കട്ടിലടിപ്പിച്ചിട്ട് എന്താ കുഴപ്പം? ഞങ്ങൾ 4 വർഷം കൊണ്ട് പഠിക്കില്ല. ഞങ്ങൾ കട്ടിലൊന്നും അടുപ്പിച്ചിട്ട് കിടക്കാൻ പോലും സംഭവിക്കില്ല. അതുപോലെയുള്ള വേറെ ഇവിടുത്തെ പ്രിൻസിപ്പളും ബാക്കിയുള്ളവരും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ തന്നെ ഇവിടെ സമരം ചെയ്തതാ. അതിനുവേണ്ടി ഞങ്ങൾ പലരും മാനസികമായിട്ട് പലരും ഞങ്ങളുടെ നേരെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സിന് പലരും പറഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിർത്തി ഞങ്ങൾ കഴിഞ്ഞ ദിവസം സമരം ചെയ്തെന്നും പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് പേര് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഫീ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ കോളേജിന്റെ കൂടെ 10,000 രൂപ അടയ്ക്കുന്നതിൽ 7,000 രൂപ ട്രാൻസ്പോർട്ടേഷൻ ഫീ ആയിട്ടാണ് ഞങ്ങൾക്ക് ഇതുവരെ മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് 3rd ഇയർ ആയപ്പോൾ, അതായത് ഞങ്ങളുടെ ജൂനിയേഴ്സ് വന്ന സമയത്ത് ഞങ്ങളെ കൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഫീ 3,000 രൂപ പെട്ടെന്ന് അടയ്ക്കണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അത് അറിഞ്ഞിട്ട് കൂടിയില്ലായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് എക്സാം തുടങ്ങുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഞങ്ങളെ അറിയിക്കുന്നത്. അവസാനം ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫീ മേടിക്കാനായിട്ട് ഹോൾ ടിക്കറ്റ് എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് മേടിക്കാനായിട്ട് പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഹോൾ ടിക്കറ്റ് തരണമെങ്കിൽ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ഫീ അടച്ചെങ്കിൽ മാത്രമേ ഹോൾ ടിക്കറ്റ് തരത്തുള്ളൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങളെ കൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഫീ അടച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും ഡേ സ്കോളേഴ്സ് അന്ന് എക്സാം എഴുതിയത്. ഞങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ ഫീ ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഇവിടെ ഫീസ് അടച്ചില്ല എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഷോൾ പോലും ഇടാതെ പിള്ളേരെ ഒറ്റയ്ക്ക് ഇറക്കി വിട്ടായിരുന്നു. അതെല്ലാം കൂടെ എഴുതി ഞങ്ങളൊരു കംപ്ലൈന്റ് INC-ക്ക് എഴുതിയെന്ന് ആരോപിച്ച് ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ പാരന്റ്സിനെ ഇവിടെ വിളിച്ചു വരുത്തി എല്ലാവരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിച്ച് ഇവിടെ വിദ്യാർത്ഥികൾക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് വരെ പറഞ്ഞ് വരുത്തി. എക്സാം സമയത്ത് ഞങ്ങൾക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് തലേ ദിവസം വരെ പഠിക്കാൻ പോലും പറ്റാതെ ഞങ്ങൾ എക്സാം എഴുതേണ്ടി വന്നത്. പേഴ്സണൽ മാറ്റേഴ്സ് റൂമിൽ കയറി നമ്മുടെ ഡയറി ഒക്കെ എടുത്ത് വായിക്കുന്നത്, നമ്മളറിയാതെ നമ്മുടെ റൂം ചെക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള ആരാണ് പ്രതികരിക്കുന്നത് അവരെ ബ്ലെയിം ചെയ്യുന്ന രീതിയാണ് ഇവിടെ കണ്ടുവന്നത്. ഡയറി എടുത്ത് പബ്ലിക്കിന് ഓഫീസ് റൂമിൽ കൊണ്ടുപോയി എല്ലാവരെയും മുന്നിൽ വെച്ച് വായിക്കുക. ഇതേപോലത്തെ നീചമായ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. അക്രമമാണ് അക്രമമാണ് ക്ലാസ്സിലെ മുഴുവൻ അക്രമമാണ്. ഇവരുടെ കൂടെ കിടപ്പാണ്. അമ്മേ കൊലയാണ്.
കോമൺ റൂം ഞങ്ങളുടെ അറ്റൻഡൻസിന്റെ കാര്യം ഞങ്ങൾക്ക് വയ്യാണ്ടായി ക്ലാസ്സിൽ കിടന്നാൽ പറയും കോമൺ റൂമിൽ പോയി കിടക്കാൻ പറയും. കോമൺ റൂമിൽ പോയി കിടന്നാൽ ഞങ്ങൾ ആ പീരീഡിൽ അറ്റൻഡൻസ് കിട്ടി. ഇത് എവിടത്തെ നിയമമാണ്? ഇവിടുത്തെ ഓരോരോ പ്രോഗ്രാമിന് ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. എന്തിന്റെ പേരില കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല. എന്നാലും ഞങ്ങൾക്ക് അതിനും അറ്റൻഡൻസ് ഇല്ല. കോളേജിന്റെ ഇതിൽ നിന്ന് കൊണ്ടുപോകുന്നെങ്കിൽ അതിന് ഞങ്ങൾക്ക് അറ്റൻഡൻസ് ഇല്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.